വൈദ്യുതി ചാർജ് വർധനവിന് പുറമെ ഉപഭോക്താക്കളിൽ നിന്നും ഇന്ധന സർചാർജ് കൂടി ഈടാക്കാനുള്ള നീക്കവുമായി KSEB 17 പൈസ സർചാർജ് ഇനത്തിൽ കൂട്ടണമെന്ന് KSEB റെഗുലേറ്ററി കമ്മീഷന് ശുപാർശ നൽകി. 2025 ഏപ്രിൽ മുതൽ ജൂലൈ വരെ 31 കോടിയോളം രൂപ പിടിച്ചെടുക്കാനാണ് നീക്കം. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നു. രശ്മി, ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഇത് കനത്ത തിരിച്ചടിയാണ്. അതായത് വൈദ്യുതി ചാർജ് വർധനവിന് പുറമെയാണ് ഈ ഇന്ധന സർചാർജ് കൂടി ഈടാക്കാനുള്ള നീക്കം KSEB നടത്തുന്നത്. രോഹിണി, ഉപഭോക്താക്കൾക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു തീരുമാനം. ഉപതെരഞ്ഞെടുപ്പിന് ശേഷം വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കും എന്നുള്ള ഒരു തീരുമാനം അത് KSEB കൈക്കൊണ്ടിരുന്നു. അത് വലിയ രീതിയിൽ അത് ഉപഭോക്താക്കൾക്ക് തിരിച്ചടിയാവുന്ന ഒരു തീരുമാനം തന്നെയാണ് ഈ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അതിന് പുറമെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ സർചാർജ് കൂടി വർദ്ധിപ്പിക്കാനുള്ളൊരു തീരുമാനം. 17 പൈസ വർദ്ധിപ്പിക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. അത്തരത്തിലുള്ളൊരു ശുപാർശ KSEB റെഗുലേറ്ററി കമ്മീഷന് നൽകി. ഇതുവഴി 2025 ഏപ്രിൽ മുതൽ ജൂലൈ വരെ 31 കോടിയോളം രൂപ പിരിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് KSEB കണക്ക് കൂട്ടുന്നത്. നിലവിൽ തന്നെ 19 പൈസ സർചാർജ് ഈടാക്കുന്നുണ്ട്. ഇതിൽ 19 പൈസയല്ല 17 പൈസയാണ് നിലവിൽ ഇപ്പോൾ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ KSEB സ്വന്തം നിലയിൽ പിരിച്ചെടുക്കുന്നതുമുണ്ട്. ഒപ്പം തന്നെ റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതിയോടുകൂടി പിരിച്ചെടുക്കുന്നതുമുണ്ട്. ഇതിൽ റെഗുലേറ്ററി കമ്മീഷന്റെ തുകയാണ് നിലവിൽ ഇപ്പോൾ ഈ 19ലേക്ക് വർദ്ധിപ്പിക്കണം എന്നുള്ളൊരു ആവശ്യം 17ലേക്ക് വർദ്ധിപ്പിക്കണം എന്നുള്ള ഒരു ആവശ്യം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആകെ തുക വരുമ്പോൾ അത് ഇരട്ടിയിലധികം വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും. അത് ഉപഭോക്താക്കൾക്ക് കനത്ത തിരിച്ചടി തന്നെയാണ് ഈ സർചാർജ് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം. അതും വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് പുറമെയാണ് ഇത്തരത്തിലുള്ള ഒരു വർധനവ് കൂടി. ഏതായാലും ഇതിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് റെഗുലേറ്ററി കമ്മീഷനാണ്. KSEB ശുപാർശയാണ് നൽകിയിരിക്കുന്നത്. രോഹിണി. ശരി രശ്മി.